ഹലോ മൈ ബ്യൂട്ടിഫുൾ ഫാമിലി, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ട്രിപ്പ് എങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയ കാനഡയിലോട്ട് പോകുന്ന ഒരു പോക്കാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബ്രിട്ടീഷ് കൊളംബിയ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. സമ്മറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാനായിട്ടുള്ളൊരു സ്ഥലമാണ്. സമ്മറും സ്പ്രിങ്ങും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് അവിടെ കാണാനായിട്ട്. അധികം തണുപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ നേരെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ് എയർപോർട്ടിലേക്ക്. അപ്പം എയർപോർട്ടിലോട്ട് എത്തി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ബി സിയിലോട്ട് ഫ്ലൈറ്റ് കയറി ബി സിയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ റെന്റ് ഒരു കാറ് എടുത്തിട്ട് ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. അപ്പം 4 days മറ്റു ബുക്ക് ചെയ്തതാണ് ആ കാറ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് കെലോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഒന്ന് റീഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് കാങ്കറു ഫാമിലോട്ടാണ്. അവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഭയങ്കര രസമായിരുന്നു. അവർ ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് എനിക്കൊന്നൊരു 5 hours or 6 hours നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് അവിടെ കെലോണ ഈ കാങ്കറു പാർക്കിൽ. ഭയങ്കര ചൂടായിട്ടുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി കഷ്ടമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഭയങ്കര ചൂടും കാര്യങ്ങളും. അപ്പം നമ്മൾ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സീസൺ അനുസരിച്ചാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. സ്പ്രിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. പക്ഷേ സമ്മറിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇച്ചിരി ഹൈ സീസൺ റേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ. ഇപ്പോൾ ചിൽഡ്രൻ 5 to 15 ഒക്കെ ആണെങ്കിൽ $15, സീനിയേഴ്സിന് $15, അല്ലെങ്കിൽ അഡൽട്ട് ആൻഡ് യൂത്ത് എന്ന് പറയുമ്പോൾ ഒരു $30 വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്തിൽ ഓരോ അനിമൽസിനെ കാണുന്ന സ്ഥലത്തും അവിടെ ഒരു ഗൈഡൻസ് തരാനായിട്ട് ഒരാളുണ്ടാവും. നമുക്ക് ആ ടൂർ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്ത് ചെയ്യാൻ പാടില്ല, ഈ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഫീഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ ടൂർ ഗൈഡ് തന്നെ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവർ ഏത് കൈൻഡ് ഓഫ് അനിമലാണ്, ഏത് ബ്രീഡാണ്, അവർക്ക് എന്ത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പെറ്റ് ചെയ്യാൻ അലൗ ചെയ്യുന്ന അനിമൽസ് ഉണ്ട്, പറ്റാത്ത അനിമൽസും ഉണ്ട് അവിടെ. അപ്പം കുട്ടികൾക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു കാങ്കറു ഫാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കും അഡൾട്ട്സിനും ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു എക്സസൈസ് മീൻസ് വാക്ക് ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ഏരിയാസ് ഉണ്ട് അവിടെ വാക്ക് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ നമ്മൾ വെള്ളം സ്റ്റോക്ക് ചെയ്യുക, കാരണം ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ടയേർഡാവും. അപ്പം അവിടെ അതെല്ലാം കണ്ടു. ഇവിടെ നല്ല ഒരു ചെറിയൊരു പോണ്ട്, അവിടെ ഒത്തിരി ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫിഷസ് ഉണ്ട് അവിടെ. ഇത് നമ്മുടെ വൺ ഓഫ് ദ ടൂർ ഗൈഡ്സ് കാങ്കറൂസിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള പുല്ലൊക്കെ തരികയാണ്. അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും കേട്ടോ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പോകണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ 2-3 സ്ഥലങ്ങൾ മിസ് ചെയ്തു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം പോയി വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് വേറെ 2-3 ഐലൻഡ്സ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ പോകണം എന്നുണ്ട്. അപ്പം ഇത് വൺ ഓഫ് ദ സ്പോട്ട്സ് ആണ്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോന്നായിട്ടിടാം. അപ്പം ഈ ഒരു സമ്മർ നിങ്ങൾ ബി സിയിൽ പോകുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ആണ് വിത്ത് കിഡ്സ്. അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.